സെക്കൻഡ് ഇയർ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു നിർത്തിയത് സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് എന്തുവാണ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തുവായിരുന്നു, അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഡേറ്റ ടൈപ്സ്, കമ്പോണൻസ് ഓഫ് SQL എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ്. ഇനി നമുക്ക് അതിൻ്റെ കമാൻഡ്സ് എന്തൊക്കെയാണ്, അതെങ്ങനെ നമ്മൾ യൂസ് ചെയ്യാം എന്നുള്ളതാണ് നമുക്കിനി പഠിക്കാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് SQL കമാൻഡ്സ് ആണ്. നമ്മൾ കമ്പോണൻസ് ഓഫ് SQLനകത്ത് 3 ടൈപ്പ് ലാംഗ്വേജസ് പഠിച്ചായിരുന്നു. ഡേറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ്, ഡേറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് ആൻഡ് ഡേറ്റ കൺട്രോൾ ലാംഗ്വേജ്. അതിൽ നമ്മളിവിടെ SQL കമാൻഡ്സ് യൂസ് ചെയ്ത് പഠിക്കുന്നത് DDL അല്ലെങ്കിൽ ഡേറ്റ ഡെഫിനിഷൻ ലാംഗ്വേജും DML ഡേറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് കമാൻഡ്സ് ആണ്. പിന്നെ നമുക്ക് DDL കമാൻഡ്സ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്ന്, ഡേറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഇറ്റ് ഡിഫൈൻസ് ദ സ്ട്രക്ചർ ഓഫ് ദ ടേബിൾ. അന്നേരം ആ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി അന്നേരം നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന കമാൻഡ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒന്ന് ക്രിയേറ്റ് ടേബിൾ കമാൻഡ്, പിന്നെ 2 ഓൾട്ടർ ടേബിൾ കമാൻഡ്, പിന്നെ 3 ഡ്രോപ്പ് ടേബിൾ കമാൻഡ്. നമ്മൾ നാലാമതിരിക്കുന്ന വ്യൂ എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെർച്വൽ ടേബിൾ ആണ്. അന്നേരം ആ വ്യൂസ് ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ വ്യൂസ് ഡ്രോപ്പ് ചെയ്യാനും ഒക്കെ നമുക്ക് കമാൻഡ്സ് ആവശ്യമായിട്ടുണ്ട്. അതും ഈ DDLന്റെ ഭാഗമായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് DML കമാൻഡ്സ് ആണ്. DML മീൻസ് ഡേറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ്. ഡേറ്റ മാനിപ്പുലേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ നമുക്ക് ഡേറ്റാബേസിനകത്തേക്ക് ഡേറ്റ ഇൻസർട്ട് ചെയ്യണമെന്നുണ്ട്. അതുപോലെ തന്നെ ഇൻസർട്ട് ചെയ്തേക്കുന്ന ഡേറ്റാസ് നമുക്ക് മോഡിഫൈ ചെയ്യണം. ആവശ്യമില്ലാത്ത ഡേറ്റാസ് ആണെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യണം. പിന്നെ ലാസ്റ്റ് നമുക്ക് ആവശ്യമുള്ള ഡേറ്റ ആ ടേബിളിൽ നിന്ന് ഡേറ്റാസ് നമുക്ക് റിട്രീവ് ചെയ്യണം. ഈ 4 ഓപ്പറേഷൻസിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കമാൻഡ്സ് ആണ് ഈ പറഞ്ഞ ഇൻസർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസർട്ട് ഇൻടു കമാൻഡ്, അതുപോലെ തന്നെ ഡിലീറ്റ് ചെയ്യാനാണെങ്കിൽ ഡിലീറ്റ് കമാൻഡ്, മോഡിഫിക്കേഷന് വേണ്ടിയാണെങ്കിൽ അപ്ഡേറ്റ് കമാൻഡ്, റിട്രീവിംഗ് ദ ഡേറ്റ ഫ്രം ദ ഡേറ്റാബേസ് ആണെങ്കിൽ സെലക്ട് കമാൻഡ്. ഈ 4 കമാൻഡ്സ് ആണ് DMLനകത്തുള്ളത്. നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞിരിക്കുന്നത് DDL കമാൻഡ്സ് ആണ്. അത് ക്രിയേറ്റ് ടേബിൾ കമാൻഡിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഒരു MySQL ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യം ഒരു ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്തു. ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് യൂസ് ചെയ്യാം. ഡേറ്റാബേസ് പേര് കൊടുത്തേക്കുന്നത് യൂസ് ചെയ്ത് അതിനുള്ള യൂസ് കമാൻഡ് യൂസ് ചെയ്തു എഴുതി. പിന്നെ നെക്സ്റ്റ് നമുക്ക് ആ ഡേറ്റാബേസിനകത്തിലേക്ക് നമുക്ക് ആവശ്യാനുസരണം ടേബിൾസ്, ഒന്നിലധികം ടേബിൾസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ആ ടേബിൾസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള കമാൻഡ്സ് ആണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ക്രിയേറ്റ് ടേബിൾ കമാൻഡ്, ഇറ്റ് ഈസ് യൂസ്ഡ് ടു create a relation or table with a set of columns with constraints. അന്നേരം നമുക്കൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഒരു റിലേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കമാൻഡാണ് ക്രിയേറ്റ് ടേബിൾ കമാൻഡ്. ഇതിന്റെ സിന്റാക്സ് നോക്കുക. ക്രിയേറ്റ് ടേബിൾ, ടേബിൾ നെയിം, പിന്നെ ബ്രാക്കറ്റിൽ കോളം നെയിം കൊടുക്കുക, എന്നിട്ട് അതിന്റെ ഡേറ്റ ടൈപ്പ് കൊടുക്കുക, ബ്രാക്കറ്റിൽ അതിന്റെ സൈസ്, ഡേറ്റ ടൈപ്പ് സൈസ് ഉണ്ടെങ്കിൽ സൈസ് കൊടുക്കുക, പിന്നെ അത് കഴിഞ്ഞിട്ട് കോളം കൺസ്ട്രെയിന്റ്, കോമ, പിന്നെ ഡോട്ട് 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 ഇട്ടേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത കോളം നെയിം കൊടുക്കുക, അതിന്റെ ഡേറ്റ ടൈപ്പ് കൊടുക്കുക, അതിന്റെ സൈസ് ഉണ്ടെങ്കിൽ സൈസ് സ്പെസിഫൈ ചെയ്യുക, കോളം കൺസ്ട്രെയിൻസ് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. അങ്ങനെ എത്ര കോളംസ് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. എന്നിട്ട് ഏറ്റവും അവസാനം ആ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് സെമിക്കോളൻ കൊടുക്കുക. ഇതാണ് ഒരു സിന്റാക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അന്നേരം ഇവിടെ ക്രിയേറ്റ് ടേബിൾ എന്ന് പറയുന്നത് ആസ് യൂഷ്വൽ ആയിട്ടൊരു കീവേഡ് പോലാണ്. ആ ടേബിൾ നെയിം ആണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ടേബിളിന്റെ പേര്. ഒരു സ്റ്റുഡന്റിന്റെ ടേബിൾ ക്രിയേറ്റ് ചെയ്യാനാണെങ്കിൽ ക്രിയേറ്റ് ടേബിൾ സ്റ്റുഡന്റ് എന്ന് കൊടുക്കുക. ബ്രാക്കറ്റിൽ നമ്മൾ ഏതൊക്കെ ഫീൽഡുകൾ അല്ലെങ്കിൽ ഏതൊക്കെ ആട്രിബ്യൂട്ട്സ് യൂസ് ചെയ്യുന്നു ആ കോളത്തിന്റെ പേരാണ് അവിടെ കൊടുക്കേണ്ടത്. നമ്മൾ ഏത് ഓർഡറിൽ പേര് കൊടുക്കുന്നോ ആ ഓർഡറിൽ തന്നെ വേണം വാല്യൂസ് കൊടുക്കാൻ. ഇതാണ് ക്രിയേറ്റ് ടേബിൾ കമാൻഡ് സിന്റാക്സ് എന്ന് പറയുന്നത്. അന്നേരം ഈ
ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് റൂൾസ് ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. കാരണം C++ നമ്മൾ റൂൾസ് ഫോർ നെയിമിംഗ് ഐഡന്റിഫയേഴ്സ് പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ടേബിൾസിന് പേര് കൊടുക്കുമ്പോൾ, ടേബിൾ നെയിം കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഏതൊക്കെ രീതിയിൽ റൂൾസ് ഫോളോ ചെയ്യണമെന്ന് നോക്കാം. ഇറ്റ് മസ്റ്റ് നോട്ട് ബി എ SQL കീവേഡ്. SQL കീവേഡ് ആയിരിക്കരുത്. അതുപോലെ തന്നെ ഇറ്റ് മസ്റ്റ് ബിഗിൻ വിത്ത് an ആൽഫബറ്റ് ആയിരിക്കണം. ഇറ്റ് മേ കണ്ടെയ്ൻസ് ഡിജിറ്റ്സ്, ലെറ്റേഴ്സ്, അണ്ടർസ്കോർ. സ്പേസ്, സിമ്പിൾസ് അല്ലെങ്കിൽ സ്പെഷ്യൽ സിമ്പിൾസ് ആർ നോട്ട് അലൗഡ്. ഇറ്റ് ഷുഡ് ബി യുണീക്ക്. ജനറലി റൂൾസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇത്രയാണ് വന്നിരിക്കുന്നത്. അപ്പർ കേസ് ആൻഡ് ലോവർ കേസസ് ആർ ട്രീറ്റഡ് ആസ് സെയിം. അന്നേരം റൂൾസ് ഫോർ നെയിമിംഗ് ടേബിൾ എന്നുള്ളത് നമുക്ക് C++ റൂൾസ് ഫോർ നെയിമിംഗ് ഐഡന്റിഫയേഴ്സിന്റെ കൂട്ട് തന്നെ സെയിം, ഏകദേശം എല്ലാം സെയിം ആണ്. അവിടെ കീവേഡ്സ് ഉപയോഗിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇവിടെ SQL കീവേഡ്സ് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അവിടെ അണ്ടർസ്കോറോ ആൽഫബറ്റ്സോ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ആണെങ്കിൽ അണ്ടർസ്കോർ ഇല്ല, ആൽഫബറ്റ്സ് മാത്രം, ആൽഫബറ്റ്സ് യൂസ് ചെയ്തിട്ട് ടേബിളിന്റെ പേര് കൊടുക്കുക, സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡിജിറ്റ്സ്, ലെറ്റേഴ്സ്, അണ്ടർസ്കോർസ് യൂസ് ചെയ്യാം. അവിടെ അതുപോലെ തന്നെ ആയിരുന്നു. അതുപോലെ തന്നെ സ്പെഷ്യൽ സിമ്പിൾസ് ആർ നോട്ട് പെർമിറ്റഡ് രണ്ടിടത്തും. പിന്നെ ഇറ്റ് ഷുഡ് ബി യുണീക്ക്. യുണീക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ടേബിളിന്റെ നെയിം നമുക്ക് വേറെ ടേബിളിന് കൊടുക്കാൻ പാടില്ല. അന്നേരം അത് ഡ്യൂപ്ലിക്കേഷൻ വരും. അത് നമുക്കിവിടെ ഡേറ്റാബേസിനകത്ത് അല്ലെങ്കിൽ SQL സാധ്യമല്ല. അതുകൊണ്ടാണ് ഇറ്റ് ഷുഡ് ബി യുണീക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഹിയർ upper case and lower case are treated as same. ഇതിൽ കേസ് സെൻസിറ്റീവ് അല്ല. ചെറിയ അക്ഷരത്തിൽ എഴുതിയാലും വലിയ അക്ഷരത്തിൽ എഴുതിയാലും ഒരേ പേരാണെങ്കിൽ ഒരുപോലാണ് കണക്കാക്കുന്നത്. അതേസമയം C++ ഇത് കേസ് സെൻസിറ്റീവ് ആയിരുന്നു. രണ്ട് രീതിയിലായിരുന്നു, വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് കണക്കാക്കിയത്. അപ്പം നമുക്ക് ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന റൂൾസ് ഇതാണ്. നെക്സ്റ്റ് ഇനി നമുക്ക് അതിൻ്റെ ഒരു കൺസ്ട്രെയിൻസിനെ പറ്റി പറയാം. നമ്മൾ നേരത്തെ കണ്ടായിരുന്നു ആ സിൻടാക്സ്. ആ സിൻടാക്സ് എടുത്തപ്പോൾ നോക്കുക. ക്രിയേറ്റ് ടേബിൾ, ടേബിൾ നെയിം, അത് കഴിഞ്ഞിട്ട് ബ്രാക്കറ്റിൽ കോളം നെയിം കൊടുത്തു, ഡേറ്റ ടൈപ്പ് സൈസ് കൊടുത്തു. പിന്നെ നമുക്ക് പുതുതായിട്ടൊരു വാക്കായിരുന്നു കോളം കൺസ്ട്രെയിൻ എന്ന് പറയുന്നത്. എന്നിട്ട് ആ കൺസ്ട്രെയിൻ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, നമുക്ക് ഇതിനകത്ത് കുറച്ച് റെസ്ട്രിക്ഷൻസ് കൊടുക്കുക. നമുക്ക് വാല്യൂസ് പർട്ടിക്കുലർ കോളത്തിലോട്ട് എൻട്രി ചെയ്യുന്ന സമയത്ത് ആ കോളത്തിലേക്ക് നമുക്ക് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഇംപ്ലിമെന്റ് ചെയ്യുക. ആ റെസ്ട്രിക്ഷൻസ് എന്തുവാണെന്നുള്ളത് തീരുമാനിക്കുന്ന ഈ കൺസ്ട്രെയിൻസ് ആണ്. എക്സാമ്പിൾസ് വെച്ച് നമുക്ക് കൂടുതൽ നമുക്ക് അത് പഠിക്കാം. ഫസ്റ്റ് കൺസ്ട്രെയിൻസ് എന്തുവാണെന്ന് നോക്കാം. Constraints are the rules applied on data that are entered into the column of a table. നമ്മൾ പർട്ടിക്കുലർ കോളത്തിൽ എൻട്രി ചെയ്യുന്ന ഡേറ്റയ്ക്ക് അപ്ലൈ ചെയ്യുന്ന റൂൾസ് ആണ് അത്. there are some keywords by which some restrictions can be implemented in the desired columns. They are mentioned after the data type of a column. ഞാൻ നേരത്തെ പറഞ്ഞു കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചില റെസ്ട്രിക്ഷൻസ് കൊടുക്കുന്ന വാല്യൂസിന് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഇംപ്ലിമെന്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരേ ഡേറ്റ ഇപ്പം തന്നെ നിങ്ങൾ +1 ഒക്കെ എക്സാം എഴുതി. ഇപ്പം രജിസ്റ്റർ നമ്പർ എന്ന് പറയുന്നത് എല്ലാവർക്കും വ്യത്യസ്തമായിട്ടുള്ളതാണ്. അതായത് ഒരേ രജിസ്റ്റർ നമ്പർ രണ്ടുപേർക്ക് ഒരിക്കലും വരത്തില്ല. അന്നേരം നമ്മൾ കൊടുക്കുന്ന വാല്യൂസ് എന്ന് പറയുന്നത് അങ്ങനെ ഡ്യൂപ്ലിക്കേഷൻ വരാതെ വാല്യൂസ് കൊടുക്കണമെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ഇവിടെ ഒരു കൺസ്ട്രെയിൻ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതവിടെ ഒരു റെസ്ട്രിക്ഷൻ നമ്മൾ ഫോളോ ചെയ്യുകയാണ്. രജിസ്റ്റർ നമ്പറിൽ ഡ്യൂപ്ലിക്കേഷൻ വരാൻ പാടില്ല എന്നുള്ളൊരു റെസ്ട്രിക്ഷൻ നമ്മൾ കൊടുക്കുന്നു. അങ്ങനെ കൊടുക്കുന്ന റെസ്ട്രിക്ഷൻ നമ്മളവിടെ കോളം കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. അത് ഇറ്റ് എൻഷ്യൂർസ് ദ ഇന്റഗ്രിറ്റി, കൺസിസ്റ്റൻസി ആൻഡ് റിഡൻഡൻസി. നമ്മൾ ഡേറ്റാബേസിനകത്ത് അഡ്വാൻറ്റേജസ് ആയിട്ട് പഠിച്ചതാണ് ഡേറ്റ ഇന്റഗ്രിറ്റി, അതുപോലെ തന്നെ ഡേറ്റ കൺസിസ്റ്റൻസി, അതുപോലെ തന്നെ ഡേറ്റ റിഡൻഡൻസി. അത് നമുക്ക് ഉറപ്പിക്കുക, എൻഷ്യൂർ ചെയ്യും. So it is also called database column constraints.
generally constraints എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is keywords that will be applied to the columns. Okay, അത് ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് നോട്ട് നൾ എന്ന് പറയുന്ന ഒരു കൺസ്ട്രെയിന്റ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഓട്ടോ ഇൻക്രിമെന്റ്, യുണീക്ക്, പ്രൈമറി കീ, ഡീഫോൾട്ട്, പിന്നെ ചെക്ക് തുടങ്ങിയ കോളം കൺസ്ട്രെയിൻസ് നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. അന്നേരം ഓരോന്നും നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. കോളം കൺസ്ട്രെയിൻസിനകത്ത് നോട്ട് നൾ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തുവാ, ദ കോളം ക്യാൻ നെവർ ഹാവ് empty values. എന്നുവെച്ചാൽ നമ്മൾ ആ പർട്ടിക്കുലർ കോളത്തിനകത്ത് വാല്യൂസ് ഉണ്ടായിരിക്കണം. ഇപ്പൊ 0 എങ്കിലും നമ്മൾ കൊടുത്തിരിക്കണം. എംറ്റി ആയിട്ട് അല്ലെങ്കിൽ നൾ വാല്യൂസ് നമുക്ക് കൊടുക്കാൻ പാടില്ല. അങ്ങനെ ഉള്ള ഒരു കൺസ്ട്രെയിൻ ആണ് നോട്ട് നൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് വരുന്നത് യുണീക്ക് ആണ്. യുണീക്ക് എന്ന് പറയുമ്പോൾ എന്തുവാ, നോ ടു റോസ് ഹാവിംഗ് ദ സെയിം വാല്യൂ ഇൻ എ സ്പെസിഫൈഡ് കോളം. ഒരു സ്പെസിഫൈ ചെയ്ത കോളത്തിൽ ഒരേപോലുള്ള വാല്യൂസ് രണ്ട് റോയ്ക്കകത്ത് സാധിക്കരുത്. ഞാൻ മുമ്പേ പറഞ്ഞ രജിസ്റ്റർ നമ്പറിന്റെ കേസ് തന്നെ, ഒരേ രജിസ്റ്റർ നമ്പർ തന്നെ രണ്ടു പേർക്ക് വരാൻ പാടില്ല. എന്നാൽ അങ്ങനെ നമുക്ക് കൊടുക്കാൻ വേണ്ടി നമുക്ക് അവിടെ യൂസ് ചെയ്തേക്കുന്നതാണ് യുണീക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ മൂന്നാമത് പ്രൈമറി കീ. പ്രൈമറി കീ എന്ന് പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡേറ്റാബേസിനകത്ത് കീസ് പറഞ്ഞായിരുന്നു, കീസിനകത്ത് പ്രൈമറി കീസ് പറഞ്ഞായിരുന്നു. അതായത് ഏതെങ്കിലും ഒരു കോളം പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ഐഡന്റിഫൈ ദ റോസ്. നമുക്ക് മറ്റുള്ള റോയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു റോയെ ഐഡന്റിഫൈ ചെയ്യണം. അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഒരു കോളം നമ്മൾ പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യും. ആ പ്രൈമറി കീ എന്ന് പറയുന്നത് നൾ വാല്യൂ ഉള്ള കീ ആകരുത്. എന്നുവെച്ചാല് പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന കോളത്തിനകത്ത് നമ്മൾ വാല്യൂസ് ഉണ്ടായിരിക്കുക, നോട്ട് നൾ ആകരുത്. ഇതാണ് മൂന്നാമത് പറഞ്ഞിരിക്കുന്ന പ്രൈമറി കീ. യൂണീക്കും പ്രൈമറി കീ ഏകദേശം ഒന്ന് തന്നെയാണ്. കാരണം നോ ടു റോസ് ഹാവ് ദ സെയിം വാല്യൂസ്, ഒരേപോലുള്ള വാല്യൂസ് രണ്ട് കോളത്തിലും വരരുത്. പിന്നെയുള്ള വ്യത്യാസം എന്ന് പറയുന്നത് യുണീക്കിൽ ഒരു പ്രാവശ്യം നൾ വാല്യൂ അക്സെപ്റ്റ് ചെയ്താൽ പ്രൈമറി കീയിൽ ഒരിക്കലും നൾ വാല്യൂ അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഇതാണ് യുണീക്കും പ്രൈമറി കീയും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ ഡീഫോൾട്ട് എന്ന് പറയുമ്പോൾ എന്തുവാ, നമുക്കൊരു ഡീഫോൾട്ട് വാല്യൂ സെറ്റ് ചെയ്യാം ഒരു പ്രത്യേക കോളത്തിന് വേണ്ടി. പിന്നെ ഓട്ടോ ഇൻക്രിമെന്റ്. ഓട്ടോ ഇൻക്രിമെന്റ് എന്ന് പറയുമ്പോൾ ഒരു വാല്യൂ നമ്മളിപ്പം ആ ഒരു കോളത്തിൽ സ്പെസിഫൈ ചെയ്തിട്ടില്ല എങ്കിൽ നമ്മൾ കൊടുത്ത വാല്യൂ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അടുത്ത തൊട്ട് മുമ്പ് കൊടുത്ത ഏത് വാല്യൂ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അടുത്ത വാല്യൂ ഓട്ടോ ഇൻക്രിമെന്റ് ആയിട്ട് നമുക്കവിടെ വരും. അത് കോളം അതിന്റെ പ്രത്യേകത വെച്ചാൽ ഏതെങ്കിലും ഒരു കോളത്തിന് മാത്രമേ നമ്മളിത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ഇൻക്രിമെന്റ് ആയിട്ട്. ഇപ്പോൾ സീരിയൽ നമ്പർ കൊടുക്കുന്നു, സീരിയൽ നമ്പറിനകത്ത് നമ്മൾ കൊടുത്തേക്കുന്ന വാല്യൂസ് 1, 2, 3. ഇപ്പം 5 കൊടുത്തു, ഞാൻ അടുത്ത 6ാമത്തെ വാല്യൂ കൊടുക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി 6 എന്ന് പറഞ്ഞ വാല്യൂ ഇതിനകത്ത് എടുത്തോളൂ. അതാണ് ഓട്ടോ ഇൻക്രിമെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ചെക്കാണ്. ചെക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക വാല്യൂ ചെക്ക് ചെയ്യാം. ഇപ്പൊ എക്സാമ്പിളായിട്ട് മാർക്കൊക്കെ എൻട്രി ചെയ്തു. മാർക്ക് എന്തിനാ നമ്മൾ കൊടുക്കുന്ന 100 കൂടുതൽ ആകാത്ത രീതിയിൽ നല്ല 0 to 100 വാല്യൂസ് ആണ് കൊടുക്കണമെങ്കിൽ നമുക്ക് അവിടെ ഒരു റേഞ്ച് കൊടുക്കാം, ചെക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ 101 ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല, കാരണം 100ൽ കൂടുതലാണ് വാല്യൂ. അങ്ങനെ നമുക്കത് ചെക്ക് ചെയ്യാൻ പറ്റും. ഇതാണ് മെയിനായിട്ട് നമ്മളവിടെ യൂസ് ചെയ്തിരിക്കുന്ന കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് നോട്ട് നൾ, പിന്നെ യുണീക്ക്, പ്രൈമറി കീ, ഡീഫോൾട്ട്, ഓട്ടോ ഇൻക്രിമെന്റ്, ചെക്ക്. ഈ 6 കൺസ്ട്രെയിൻസ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. കോളം കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഈസ് ഓപ്ഷണൽ, വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി, ഒരു നിർബന്ധമില്ല. അത് കുറച്ചുകൂടെ നമുക്ക് കൺസിസ്റ്റന്റ് വാല്യൂസ് കൺസിസ്റ്റന്റ് ആക്കാൻ, ഡേറ്റ കൺസിസ്റ്റന്റ് ആക്കാനും റിഡൻഡൻസി ഒഴിവാക്കാനും ഇന്റഗ്രിറ്റി ചെക്ക് ചെയ്യാനും ഒക്കെ സഹായിക്കുന്നതാണ് ഈ കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. നമുക്കൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ നോക്കാം. I take query to create a table with specification given below. നമുക്കിപ്പം കോളം നെയിംസും ഒരു 5 കോളം നെയിം തന്നിട്ടുണ്ട്. അതിന്റെ വലത് സൈഡിൽ അതിന്റെ ടൈപ്പും ഡേറ്റ ആൻഡ് ഡിസ്ക്രിപ്ഷൻ എങ്ങനെ വേണം എന്നുള്ളത്. അഡ്മിഷൻ നമ്പർ എന്നുള്ള ADMNO
അതൊരു 3 ഡിജിറ്റ് ന്യൂമറിക് വാല്യൂ ആയിരിക്കണം, പ്രൈമറി കീ വിത്ത് പ്രൈമറി കീ. അതുപോലെ നെയിം എന്ന് പറയുന്ന കോളം ആണെങ്കിൽ 20 ക്യാരക്ടേഴ്സ് ആയിരിക്കണം. സെക്സ് എന്ന് പറയുന്നത് സിംഗിൾ ക്യാരക്ടർ M അല്ലെങ്കിൽ F. മാർക്ക് എന്ന് പറയുന്നത് 600 വരെ ആകാൻ പാടുള്ളൂ. പെർസെന്റേജ് എന്ന് പറയുന്നത് 100ൽ താഴെ നിൽക്കണം. ഇവിടെ നമുക്ക് കൊടുക്കുന്ന കോളം നെയിമിനകത്ത് ചിലതിനകത്ത് കുറച്ച് കൺസ്ട്രെയിൻസ് കൂടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്, ചിലതിനകത്ത് കൺസ്ട്രെയിൻസ് അപ്ലൈ ചെയ്തിട്ടില്ല. അത് എങ്ങനെ എഴുതണം എന്നുള്ളത് നോക്കാം. ഓക്കെ, നോക്കാം. ക്രിയേറ്റ് ടേബിൾ. ഞാൻ സ്റ്റുഡന്റ് എന്നാണ് ടേബിളിന്റെ പേര് കൊടുത്തേക്കുന്നത്. ക്രിയേറ്റ് ടേബിൾ, ടേബിൾ നെയിം എന്നുള്ള സ്ഥലത്ത് സ്റ്റുഡന്റ് എന്ന് കൊടുത്തു. ഒരു ബ്രാക്കറ്റിൽ നോക്കാം. ബ്രാക്കറ്റിൽ കോളം നെയിം നമ്മൾ ഏത് ഓർഡറിലാണ് അവർ പറഞ്ഞിരിക്കുന്ന ഓർഡറിൽ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കാണ്. ADMNO അഡ്മിഷൻ നമ്പർ എന്നുള്ള ഷോർട്ടായിട്ട് അവിടെ കൊടുത്തേക്കുന്നത്, അത് തന്നെ കൊടുത്തു. ഇൻറ്റീജർ പ്രൈമറി കീ. പിന്നെ പ്രൈമറി കീ ആയിട്ടുള്ള ഒരു വാല്യൂ അതോടെ ഞാൻ കൺസ്ട്രെയിൻ കൊടുത്തിട്ടുണ്ട്, പ്രൈമറി കീ. അതിൻ്റെ കൂടെ ഒരു കൺസ്ട്രെയിൻ കൂടെ കൊടുത്തിട്ടുണ്ട്, ഓട്ടോ ഇൻക്രിമെന്റ്. എന്ന് വെച്ചാൽ നമ്മളൊരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ, അഡ്മിഷൻ നമ്പർ ഒരു നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ഓട്ടോമാറ്റിക്കലി അത് അടുത്ത വാല്യൂയിലേക്ക് ഷിഫ്റ്റ് ആയിക്കോളും. പിന്നെ രണ്ടാമത്തെ കോളം നോക്കുക, കോമ നെയിം വേർക്യാർ ഓഫ് 20 സ്ട്രിംഗ് ഓഫ് ക്യാരക്ടേഴ്സ്, 20 ക്യാരക്ടേഴ്സ് ആണ്. അതുകൊണ്ട് സൈസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഡേറ്റാ ടൈപ്പ് എന്ന് വെച്ചാൽ വേർക്യാർ എന്നുള്ളതാണ്, വേർക്യാർ ഓഫ് 20. പിന്നെ മൂന്നാമത്തെ സെക്സ്, സിംഗിൾ ക്യാരക്ടർ ആയതുകൊണ്ട് ഞാൻ അത് സൈസ് കൊടുക്കുന്നില്ല, സെക്സ് ക്യാരക്ടർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ മാർക്ക് അപ് ടു 100 ആയതുകൊണ്ട് ഞാൻ അത് ചെക്ക് ചെയ്യുവാണ്. മാർക്ക് ഇൻഡ് എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പ്. പിന്നെ ചെക്ക് മാർക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100. അതുപോലെ തന്നെ പെർസെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ദശാംശമുള്ളതായതുകൊണ്ട് ഞാൻ DEC കൊടുത്തു. DEC എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. DEC 5,2. ഇതിന്റെ മൊത്തം 5 ഡിജിറ്റ്സ്, ദശാംശം കഴിഞ്ഞ് 2 ഡിജിറ്റ്. അതാണ് 5,2 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് അവിടെ റിയൽ നമ്പർ ലെസ് ദാൻ 100 ആണ്. എന്നിട്ട് റിയൽ നമ്പർ എന്ന് പറയുമ്പോൾ ദശാംശമുള്ള നമ്പേഴ്സ് ആണ്. അതിനകത്ത് DEC 5,2. പിന്നെ ചെക്ക് പെർസെന്റ് ലെസ് ദാൻ 100. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് സേവ് ചെയ്യുക. ഇതാണ് അവിടെ നമുക്ക് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത്. ഇപ്പൊ തിയറി ആയിട്ട് നമുക്ക് ചോദിക്കാം, അല്ലെങ്കിൽ പ്രാക്ടിക്കൽ സെഷനകത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ആണിത്. നമുക്ക് എന്താണ് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്, ആ ക്രിയേറ്റ് ടേബിളിന്റെ സിന്റാക്സ് നിങ്ങൾ കറക്റ്റായിട്ട് പഠിക്കുക. അതിനനുസരിച്ച് നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് നോക്കിക്കൊണ്ട്, അല്ലെങ്കിൽ അതിന്റെ കൺസ്ട്രെയിൻസ് എന്തൊക്കെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് നോക്കിക്കൊണ്ട് നമുക്ക് ടേബിൾസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അടുത്തൊരു എക്സാമ്പിൾ ഒന്നുകൂടെ നോക്കാം. Write query to create table with specification given below. ഇതാണ് കോളം കൊടുത്തിരിക്കുന്ന EMB നമ്പർ എന്നുള്ളതാണ്. പിന്നെ നെയിം, ഏജ്, സാലറി, ഫോൺ നമ്പർ, ഡെസിഗ്നേഷൻ. മൊത്തം 6 കോളംസ് അല്ലെങ്കിൽ 6 ഫീൽഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള ഡേറ്റ ടൈപ്പും പറഞ്ഞിട്ടുണ്ട്, ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. എന്നുവെച്ചാൽ കൺസ്ട്രെയിൻസ് വേണമെന്നുണ്ട്. ഇപ്പൊ ആദ്യത്തെ EMB നമ്പർ എന്നുള്ള അവിടെ 4 ഡിജിറ്റ് ന്യൂമറിക് വാല്യൂ ആണ്, പ്രൈമറി കീ ഉണ്ട്. അതുപോലെ നെയിം സ്ട്രിംഗ് ഓഫ് 25 ക്യാരക്ടേഴ്സ്, ഏജ് 2 ഡിജിറ്റ് വിത്ത് ഡീഫോൾട്ട് വാല്യൂ 30. പിന്നെ സാലറി 5 ഡിജിറ്റ് നോട്ട് empty ആയിരിക്കണം. ഫോൺ നമ്പർ 10 ഡിജിറ്റ് യുണീക്ക് ആയിരിക്കണം. ഡെസിഗ്നേഷൻ 15 ക്യാരക്ടർ. ഇതിൽ നെയിമും ഡെസിഗ്നേഷനും ഒഴിച്ച് ബാക്കി എല്ലാത്തിനകത്തും നമുക്ക് ഓരോ കൺസ്ട്രെയിൻസ് പറയുന്നുണ്ട്. ആദ്യത്തിനകത്ത് പ്രൈമറി കീ, പിന്നെ ഏജിനകത്ത് ഡീഫോൾട്ട് ആയിട്ടുള്ള വാല്യൂ ഉണ്ട്, ഡീഫോൾട്ട്. പിന്നെ സാലറി നോട്ട് empty മീൻസ് നോട്ട് നൾ. ഫോൺ നമ്പർ ആകുമ്പോൾ യുണീക്ക്. ഇത് ഇത്രയാണ് 6 വാല്യൂസ്, കോളംസ് അല്ലെങ്കിൽ ഫീൽഡ്സ് ആണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനനുസരിച്ച് നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ക്രിയേറ്റ് ടേബിൾ എംപ്ലോയി എന്ന് പറയുന്ന ടേബിൾ നെയിമാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ക്രിയേറ്റ് ടേബിൾ എംപ്ലോയി ബ്രാക്കറ്റിൽ EMB നമ്പർ DEC 4 ഡിജിറ്റ് ആയതുകൊണ്ട്. പിന്നെ പ്രൈമറി കീ, നെയിം ക്യാരക്ടർ ഓഫ് 25. പിന്നെ ഏജ് ഇൻറ്റ് ഡീഫോൾട്ട് 30, ഡീഫോൾട്ട് വാല്യൂ എന്ന് പറയുന്നത് 30 എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ സാലറി നോട്ട് empty എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സാലറി DEC 7,2 നോട്ട് നൾ. പിന്നെ യുണീക്ക് ആയിട്ടുള്ള ഫോൺ നമ്പറാണ്. അതുകൊണ്ട് ഫോൺ ബിഗിൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 10 ഡിജിറ്റ് നമ്പേഴ്സ് ആണ് വേണ്ടത്. അതുകൊണ്ടാണ് ബിഗ് ഇൻഡ് എന്ന് കൊടുത്തത്. ഇൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ അതിന്റെ
സൈസ് എന്ന് പറയുന്നത് 4 ബൈറ്റ്സ് ആണ്. ഇതിപ്പം ബിഗ് ഇൻഡ് എന്ന് കൊടുക്കുമ്പോൾ 8 ബൈറ്റ്സ് ആയിട്ട് നമുക്ക് സ്റ്റോറേജ് കപ്പാസിറ്റി വരും. അതുകൊണ്ട് കൂടുതൽ ഡിജിറ്റ് ആയിട്ടുള്ള വാല്യൂസ് നമുക്ക് ബിഗ് ഇൻഡിനെ അത് സ്റ്റോർ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ അവിടെ ഡേറ്റ ടൈപ്പ് ബിഗ് ഇൻഡ് എന്ന് കൊടുത്തിരിക്കുന്നത്. ഫോൺ ബിഗ് ഇൻഡ്, യൂണീക്ക് ഓഫ് ഫോൺ, പിന്നെ ഡെസിഗ്നേഷൻ ക്യാരക്ടർ ഓഫ് 50. ഇതാണ് നമുക്കവിടെ ക്രിയേറ്റ് ടേബിൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ.